നമ്മള് ഗുജറാത്തിലെ നിന്നപ്പോളേ അവിടെ 2 സ്വാമിമാരുണ്ടായിരുന്നു. ഇത് ശ്രദ്ധിച്ചോന്ന് അറിയില്ല. അപ്പോൾ ഓല് ഗുജറാത്തികളാണ്, സൂററ്റിലല്ല. അപ്പൊ ഞാൻ ചോദിച്ചു. അപ്പോൾ ഓല് പറഞ്ഞു ശബരിമലയ്ക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളെ കേരളത്തിലേക്ക് സാധാരണ നമ്മൾ പറയാറില്ലേ ഈ കർണാടക, തമിഴ്നാട്, ആന്ധ്ര ആണല്ലോ. പക്ഷെ അതൊന്നും അല്ല. ഇപ്പോൾ ഭയങ്കരമായിട്ട് എല്ലാവരും വരൽ തുടങ്ങിയിരിക്കണേ. അയ്യപ്പ ഭക്തരായി മാറിയിട്ടുണ്ട് ഉത്തരേന്ത്യയിലും. അത് വേറൊരു പൊളിറ്റിക്സ് അവിടെ നടക്കുന്നുണ്ട്. ഉത്തരേന്ത്യൻ സവർണ ലോബികൾക്ക് ശബരിമല താല്പര്യമല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ശബരിമല പൊതുവെ ഈ സാധാരണക്കാരായ ഹിന്ദു വിശ്വാസികൾ വരുന്ന പോലെയാണ്. കാശി അങ്ങനെയല്ല, നമ്മൾ ഉത്തരാഖണ്ഡ് പോയപ്പോൾ കണ്ടില്ലേ കാശി, അതുപോലുള്ള പിന്നെ ഉയർന്ന ജാതിക്കാർ വരുന്നവർ ഇതുപോലെ അല്ല കണക്കാക്കണത്. അത് വേറെ ഉള്ളിൽ കയറി കളി നടക്കണ്ടായി, നമ്മളോട് പറയില്ലാന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഗുജറാത്തിൽ നിന്നൊക്കെ ആളുകൾ വരൽ തുടങ്ങി. അപ്പോൾ അങ്ങനെയല്ല യാത്രപ്പോൾ കണ്ടില്ല. ആ വണ്ടി പോകണമൊക്കെ, ആ വണ്ടി ആണോ കുറച്ച് നമ്മളെ മുമ്പിലാണ്. അതിൻ്റെ ബാക്കിൽ ആ ഗ്രില്ലുമ്പോൾ കൂടെ ഒക്കെ വെച്ച് ട്രൗസറും ഇതൊക്കെ ഇട്ട് വെച്ചിക്കണൊക്കെ ഓലേ ഗംഗാവലി പോയിന്ന് കുളിച്ചിട്ടേ അതിങ്ങനെ അടുപ്പിച്ച് ഗംഗാവലി പോയിന്ന് കുളിച്ചിട്ട് അങ്ങനെ ട്രൗസറൊക്കെ ഇതൊക്കെ അതിൻ്റെ മേലെ തൂക്കിയേക്കാണ്. അലക്കിയ വസ്ത്രങ്ങളൊക്കെ വണ്ടീൻ്റെ മേലെ തൂക്കിയാണ്ട് അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഉണങ്ങിക്കോളും. ശരിക്കും സർക്കാർ ഒന്നും കൂടി സൗകര്യം ചെയ്തു കൊടുത്തുകൊണ്ട് കൂടുതൽ ആ സന്നിധാനത്തൊക്കെ സൗകര്യം ഒരുക്കിയാണ്ട് ഒന്നും കൂടി ഇന്ത്യയിലുള്ള എല്ലാ പിന്നെ സംസ്ഥാനത്തിലുള്ളവർക്കും വന്നു പോയി നല്ലൊരു അനുഭവം. പ്രത്യേകിച്ച് പോലെ കേരളം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും നമ്മൾ പുറത്ത് വണ്ടി കൊണ്ടു ചെല്ലുമ്പോൾ കേരള അച്ചായേ ബോത്ത് അച്ചാ ലോകേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയണേക്കാം. അഭിമാനമാണ് നമുക്ക്. അപ്പോൾ ഓർക്ക് എല്ലാവർക്കും കുറഞ്ഞ ചെലവിൽ വന്ന് കേരളമൊക്കെ കണ്ടു പോകുന്ന ഒരവസ്ഥ ഉണ്ട്. ഇപ്പോൾ ഇവരെന്നെ ഇപ്പോൾ പറഞ്ഞത് നമ്മളിപ്പോൾ ഇവിടെ ഹുബ്ലിന്ന് ഭക്ഷണം കഴിച്ചില്ലേ, എവിടുന്ന് നമ്മൾ പൈനാപ്പിൾ കൊണ്ടുവരണ വരുമ്പോൾ ഓൻ എന്താ പറഞ്ഞേ ശബരിമല വന്നീന് എന്നൊക്കെ പറഞ്ഞിട്ട് ഓൻ പറഞ്ഞു കന്യാകുമാരി പിന്നെ ഒക്കെ പറഞ്ഞുകൊണ്ട് ഓരോ സ്ഥലങ്ങളുടെ പേര് പറഞ്ഞു. അപ്പോൾ ഓല് എന്താ ഇന്ന് മനസ്സിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശബരിമല അയ്യപ്പനെ കണ്ടതിന് ശേഷം അതിന് ശേഷം ഒരു ടൂറിസം ഏരിയകളും കണ്ടിട്ടാണ് ഓല് മടങ്ങുന്നത്. അപ്പോൾ ഈ ഒരു സാധ്യത സർക്കാർ മനസ്സിലാക്കണം എന്നാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ ഏത് ഭരിക്കുന്ന ആരാണെങ്കിലും പിന്നെ ടൂറിസം അതേപോലെ തന്നെ പിന്നെ പണം കേരളത്തിലേക്ക് വരാനോ അത് ട്രാൻസാക്ഷൻ നടക്കാനുള്ള സംവിധാനങ്ങൾ അത് അടിപൊളി എന്ന് പറയാം. മാന്യമായിട്ടുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ട് അതെ പിന്നെ അവർക്ക് അടിപൊളി എന്ന് പറയാം. ഇതിപ്പോൾ ഇവിടുന്ന് പുറത്തു പോയിട്ട് ജോലി ചെയ്യുന്ന നമ്മളെ പോലത്തെ ആളുകളാണ് കേരളത്തിൻ്റെ ഒരു യശസ് ഉയർത്തി കാട്ടുന്നത്. കാരണം സംസാരത്തിലും പെരുമാറ്റത്തിലൂടെ അത് മാറിയിട്ട് അനുഭവത്തിലൂടെ കേരളം എന്താണെന്നുള്ളത് ശരിക്ക് മനസ്സിലാക്കണ്ടോ. ആ തുണിയൊക്കെ നന്നായിട്ട് തോരട്ടിക്കണമല്ലോ. അങ്ങനെയാണ് ഓരോ ലൈഫ്. ഇങ്ങനെ വരുന്ന ആളുകളെ നമ്മൾ നല്ല സ്വീകരിക്കണം എന്ന് ഞാൻ പറഞ്ഞു. നല്ല സ്വീകരിച്ച് നല്ല ആതിഥ്യ മര്യാദത്തോടു കൂടി കൊടുത്ത് ബുദ്ധിമുട്ടില്ലാതെ അവർ തിരിച്ചു വന്ന് നല്ല കേരളത്തിലുള്ള എല്ലാ ടൂറിസം പ്ലേസും കണ്ട് തിരിച്ചു പോയി നല്ലൊരു അനുഭവം ഉണ്ടാക്കട്ടെ. ഭാവിയിൽ ഇവര് ഇവിടെ അത് കഴിഞ്ഞിട്ട് പിന്നെ മൂന്നാർക്കൊക്കെ പോകും. അതെ, പിന്നെ ഇതൊരു ഇതാക്കിയിട്ട് അയ്യപ്പനെ കണ്ടു കഴിഞ്ഞിട്ടല്ലേ. അതെ അത് കഴിഞ്ഞിട്ട് അവര് അതിന് സംവിധാനം ഉണ്ടാക്കി കൊടുക്കണം എന്നാ ഞാൻ പറഞ്ഞത്.